വെച്ചാൽ വലിയ മനഃശാസ്ത്രമൊന്നും എല്ലാവരെയും പഠിപ്പിച്ചിട്ടല്ല എല്ലാവരും ഭാര്യ ഭർത്താക്കന്മാർ പെരുമാറും. സഹോദരങ്ങളെ, എന്തേ വേണ്ടതുള്ളൂ നിങ്ങൾ? എന്തേ വേണ്ടതുള്ളൂ? നിങ്ങളൊക്കെ ഇങ്ങനെ ക്ലാസ്സും ഖുർആൻ ക്ലാസ്സും ഒക്കെ കേൾക്കുമ്പോഴേ അവരെയും കൂടി ഒരു മഫ്തൊക്കെ വാങ്ങിക്കൊടുത്ത് ഇവിടെ കൊടുന്ന് ഇരുത്തണം. ആ നമ്മൾ ചെയ്യേണ്ട കാര്യം. ഞാൻ വെറുതെ പറയല്ല. ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്ന് താമസമാക്കിയ ഒരു സുഹൃത്ത്, അയാളുടെ ചെറിയൊരു കുടുംബ പ്രശ്നങ്ങൾ പറയാൻ വേണ്ടിയിട്ട് അദ്ദേഹം വന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യ പറയാണ്, ഞങ്ങൾ സ്വർഗമാണ് ഞങ്ങളുടെ ജീവിതം, ഞങ്ങളുടെ ദാമ്പത്യം സ്വർഗതുല്യമാണ്. ആ സ്ത്രീ പറഞ്ഞ വാക്കാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ ചോദിച്ചു, എന്താ കാരണം? അവർ പറഞ്ഞ ഒരു കാരണം, അയാളിപ്പോ ഗൾഫ് നിർത്തി നാട്ടിലായി, അതാണ് ഒരു കാരണം. എന്നാൽ അതിനേക്കാളും വലിയൊരു കാരണമുണ്ട്. അതെന്താ? അയാൾ ഗൾഫിൽ നിന്ന് ഈ ആദർശം, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം സ്വീകരിച്ചിട്ട് ആ സീഡികളുമായിട്ടാണ് അയാൾ നാട്ടിൽ വന്നത്. അതിൽ നിന്ന് എനിക്ക് ഈ ആദർശം കിട്ടിയപ്പോൾ ശരിക്കും ഒരു പുതിയ വിവാഹം കഴിഞ്ഞ പോലെയാണ് ഞാൻ ജീവിക്കണതെന്ന്. അത്രയും നല്ല സന്തോഷത്തിലാണ് ജീവിക്കുന്നത്. ആദർശം, ഞാനും അയാളും ഈ ദീനിന്റെ കാര്യങ്ങൾ ഉൾക്കൊണ്ട് ഞങ്ങളെ കുട്ടികളിലും വീട്ടിലൊക്കെ അതിന് വന്നപ്പോൾ എനിക്ക് അതിനേക്കാളും ആഹ്ലാദവും സന്തോഷവും ഉണ്ടെന്ന്. സഹോദരങ്ങളെ, ദീൻ തന്നെയാണ് പ്രധാനം. ദീൻ അനുസരിച്ച് നമ്മൾ നമ്മുടെ കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും ജീവിക്കുമ്പോൾ പരസ്പര വിശ്വാസം ഉണ്ടാവും, പരസ്പര സ്നേഹം ഉണ്ടാവും. അതെന്തുകൊണ്ട് വെച്ചാൽ വെറുതെ ഉണ്ടാവണമല്ല. ഒരു ഭർത്താവിനോട് താൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എന്റെ ബാധ്യതയാണ്, അത് ചെയ്തില്ലെങ്കിൽ പരലോകത്ത് എനിക്ക് കുറ്റം കിട്ടുമെന്ന് നിങ്ങളെ ഭാര്യക്ക് മനസ്സിലായാൽ സഹോദരങ്ങളെ, അത് നിങ്ങളോടുള്ള അനുസരണവും സ്നേഹവും ഒരു ദീൻ എന്ന നിലക്കാണ് അവൾ കൊണ്ടെടുക്കുക. ഒരു ദീന്. അയാൾ പറഞ്ഞതിന് ഞാൻ എതിരൊരു വാക്ക് പറഞ്ഞാൽ എനിക്ക് കുറ്റം കിട്ടും. അദ്ദേഹം ചെയ്യുന്ന ഒരു നല്ല കാര്യത്തിൽ ഞാൻ സഹകരിച്ചാൽ അയാൾക്ക് കിട്ടുന്ന അത്ര പ്രതിഫലം എനിക്ക് കിട്ടും. രാവിലെ സുബഹിക്ക് വിളിച്ച് അദ്ദേഹത്തെ ജമാഅത്തിന് പറഞ്ഞയച്ചാൽ ഒരു ജമാഅത്ത് നമസ്കാരത്തിന്റെ പ്രതിഫലം എനിക്ക് കിട്ടും. തഅദിലു കുല്ല ഷൈഇൻ. നിങ്ങൾ അനുസരിക്കുന്ന ദീനിന്റെ ഭാഗമായി കാണുമ്പോൾ പിന്നെ സഹോദരങ്ങളെ, നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടിയില്ല, ബോധ്യപ്പെടും. ഇനി ഭർത്താവിന്റെ കാര്യമാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. നമ്മളെ ഭാര്യ കണ്ട് കാര്യമില്ല സഹോദരങ്ങളെ. ഒരു ചീത്ത വിളിച്ചാൽ, അകാരണമായി നമ്മുടെ കൈ അവളുടെ ദേഹത്ത് പതിഞ്ഞാൽ, ആ കണ്ണുകൾ നനഞ്ഞാൽ മറുപടി പറയേണ്ടി വരും. യാതൊരു സംശയ കാര്യത്തിൽ വേണ്ട. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? നിങ്ങള് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ പറഞ്ഞത്? ഇന്നലെ വരെ കാണാനോ നോക്കാനോ പറ്റാത്തൊരു സ്ത്രീയെ എന്തും ചെയ്തോന്ന് പറഞ്ഞ് നമ്മളെ കിടപ്പറയ്ക്ക് വിട്ടു തന്നത് ഒരു കരാറുമേണ്, ഒറ്റ കരാറുമേ. ആ കരാറ് പാലിക്കാത്തവന് അവളെ അനുഭവിക്കാൻ എന്ത് അവകാശം? ആ സ്ത്രീകൾ നിങ്ങളിൽ നിന്നും സ്വീകരിച്ചിരിക്കുന്നു മിതാക്കൻ ഖലീലാ, ഒരു ശക്തമായ കരാർ. ഒരു ശക്തമായ കരാറ് അവർ നിങ്ങളിൽ നിന്ന് സ്വീകരിച്ചിരിക്കുന്നതാണ്. എന്താ സഹോദരങ്ങളെ ആ കരാറ്? എന്താ കരാറ്? 18 വയസ്സ് വരെ അവളുടെ എല്ലാ സുഖവും ദുഃഖവും സ്നേഹവും തലോടലും ഏറ്റ വാപ്പ പറയാണ്, ഇനി മുതൽ മോനെ ദാ നിനക്ക് ഏൽപ്പിച്ചിരാണ്. അവൾക്കുള്ള മഹർ അയാളെ കയ്യിലൊക്കെ കൊടുക്കണേ, അവളെ കാര്യം അയാളെ ഏൽപ്പിച്ചു കൊടുക്കണേ. സഹോദരങ്ങളെ, ആ കരാറ് പാലിക്കുന്നവൻ ആരാണെന്നറിയോ? അവളെ കൂട്ടിക്കൊണ്ട് വരുമ്പോൾ അവളെ സംരക്ഷിച്ചിരുന്ന മാതാപിതാക്കളിൽ നിന്നും അവർക്ക് കിട്ടിയ സന്തോഷവും സംരക്ഷണവും എത്രമാത്രമുണ്ടോ അത് അതുപോലെ നൽകാൻ കഴിയുന്നവൻ മാത്രമേ തന്റെ കടമകൾ നിർവഹിച്ചിട്ടുള്ളൂ. ഈ പടച്ചോൻ ചോദിക്കും, വല്ലദീനഹും ലിഅമാനാതിഹിം വഅഹദിഹിം റാഊൻ വല്ലദീനഹും ബിശഹാദാതിഹിം ഖായിമൂൻ. സാക്ഷ്യങ്ങൾ അവർ പാലിക്കും, അമാനത്തെ അവർ നിർവഹിക്കും. സഹോദരങ്ങളെ, ഭാര്യമാരെ പീഡിപ്പിക്കുന്നവൻ ജീവിതകാലം മുഴുവൻ അമാനത്തിൽ ലംഘനം നടത്തിയവനാണ്. ഭാര്യമാരെ ദ്രോഹിക്കുന്നവൻ ആജീവനാന്തം ചെയ്ത കരാറിനെതിരെ പ്രവർത്തിച്ചവനാണ്. ആ പെൺകുട്ടിന്റെ വാപ്പന്റെ കൈ പിടിച്ച് അള്ളാന്റെ നാമം ഉച്ചരിച്ച് ചെയ്ത കരാറിനെതിരാണത്. അനുഭവിക്കാൻ അവകാശമില്ല. സഹോദരങ്ങളെ ചിന്തിക്കണം. ഞാൻ പറഞ്ഞു വന്നത് എന്തുള്ളൂ വെച്ചാൽ, വീട്ടിൽ നല്ലൊരു അന്തരീക്ഷം അത് ഇന്ന് പോയി ഉണ്ടാക്കണം സഹോദരങ്ങളെ. അവിടെ നിങ്ങളെ മക്കൾക്കും പേരക്കുട്ടികൾക്കും നല്ലൊരു സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും. ബഹളമില്ലാത്തൊരു കുടുംബാന്തരീക്ഷം, പോരടിക്കാത്തൊരു കുടുംബ ചുറ്റുപാടുകൾ, വഴക്കടിക്കാത്ത പഞ്ചോമന പൈതങ്ങളെ സാക്ഷി നിർത്തി പരസ്പരം ചീത്ത വിളിക്കുന്ന, തെറി വിളിക്കുന്ന ഒരവസ്ഥയില്ലാത്ത ഒരു അന്തരീക്ഷം നമ്മളെ വീടുകളിൽ സൃഷ്ടിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. എവിടെ നല്ല ആ പുതിയ തലമുറക്ക് വളരാൻ പറ്റുള്ളൂ. മനസ്സിലായി? ഓൾക്ക് എന്ത് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യമില്ല സഹോദരങ്ങളെ. നല്ലൊരു അന്തരീക്ഷത്തിൽ ഒരു നല്ല കുട്ടി വളരും. അതുകൊണ്ട് നമ്മുടെ വീട്
ഒരു പുതിയ തലമുറക്ക് വളരാൻ പറ്റിയതാണോ എന്ന് ഒരു പുനഃപരിശോധന വേണം സഹോദരങ്ങൾ. വേണം. മനസ്സിലായി? ഞാനിപ്പോൾ ഈ അടുത്ത കാലത്ത് കേട്ടതാണ്, ഒരു നിലക്കും നടത്തിക്കൊടുക്കാതിരിക്കാൻ പറ്റൂലെന്ന് മനസ്സിലായപ്പോൾ നടത്തിക്കൊടുത്തതാണ്. ഒരു പെൺകുട്ടിനെ, ഒരു ചെറുപ്പക്കാരൻ, അവളെന്നെ കണ്ടുപിടിച്ച ഒരാൾക്ക് കെടുത്തു. വിവാഹം കഴിഞ്ഞതിന് ശേഷവും പ്രശ്നങ്ങൾ. ആ പ്രശ്നങ്ങളെ കുറിച്ച് ചോദിച്ചറിഞ്ഞപ്പോൾ അവസാനം ഞാൻ ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, അല്ല ഇവളും നീയും വിവാഹത്തിന് മുമ്പ് പരിചയപ്പെട്ട് സംസാരങ്ങൾ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ എന്തിനെ കുറിച്ചാ പറഞ്ഞിരുന്നു? നിങ്ങളെ സംസാര വിഷയം എന്തിനെ കുറിച്ചായിരുന്നു? അപ്പൊ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, എപ്പോഴും ഇവൾക്ക് ഒന്നേ പറയാനുള്ളൂ, എന്ത്? അവൾ അമ്മാനെ പറ്റിയുള്ള കുറ്റം, ഉമ്മ ചെയ്യുന്ന ദ്രോഹങ്ങളും ഉമ്മ ചെയ്യുന്ന പീഡനങ്ങളും അത് മാത്രമേ പറയാനുള്ളൂ. സഹോദരങ്ങളെ, എന്താ അപ്പൊ ഉമ്മന്റെ അടുത്തുള്ള സ്നേഹം കിട്ടാതായപ്പോൾ ഏതോ ഒരു ബേക്കറി കടയിൽ നിൽക്കുന്ന ഒരു സെയിൽസ്മാൻ്റെ അടുത്ത് ഒരു ചെറിയ ചിരി കണ്ടപ്പോൾ അവൾ ആ ചിരിയിൽ വീണു. അത്രേ ഉള്ളൂ. സഹോദരങ്ങളെ, നല്ലൊരു സ്നേഹം നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കണം. വീട്ടിൽ നല്ലൊരു പെരുമാറ്റവും നല്ലൊരു സ്നേഹാന്തരീക്ഷവും വീട്ടിലുണ്ടെങ്കിലേ അത് നടക്കുള്ളൂ എന്ന് ഞാൻ പറഞ്ഞത് വെറുതെ.